ഡി സ്റ്റാറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭജികയുടെ മൃതദേഹം സംസ്കരിച്ചു. സംസ്കാരം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദുബായിൽ വിസയെ ട്രാഫിക് പിഴയുമായി ബന്ധിപ്പിക്കും. പരീക്ഷണ ഘട്ടത്തിൽ വിസ നടപടിയെ ബാധിക്കില്ല. പിഴ അടച്ചു തീർക്കാൻ അപേക്ഷകരോട് ആവശ്യപ്പെടും. സൗദിയിൽ ആദ്യമായി സെൽഫ് ഡ്രൈവിംഗ് ടാക്സി സേവനം തുടങ്ങി. ആദ്യഘട്ട പരീക്ഷണം റിയാദിൽ. പരീക്ഷണഘട്ടം വിജയിച്ചാൽ പദ്ധതി രാജ്യത്താകെ വ്യാപിപ്പിക്കും. ഷാർജയിൽ VS അനുസ്മരണ പരിപാടി നടക്കുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, നിരവധി പ്രവാസികളായിട്ടുള്ള മലയാളികൾ, പാർട്ടി അനുഭാവികൾ, സഖാക്കളൊക്കെ നാട്ടിലേക്ക് എത്തിയിരുന്നു. വരാൻ സാധിക്കാത്തവരെല്ലാം അവിടെ അനുസ്മരണ പരിപാടികൾ നടത്തുന്നുണ്ട്. വലിയ ജനക്കൂട്ടം അവിടെയും നമുക്ക് കാണാം. എങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? ധന്യ, പ്രവാസികളും അകലങ്ങളിലിരുന്ന് VSന് വിട പറയുകയാണ്. നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ നാളെ പ്രവൃത്തി ദിനമാണ്. എന്നിട്ട് പോലും ഈ രാത്രിയിൽ പ്രവാസികൾ ജാതിമത ഭേദമന്യേ, പാർട്ടി ഭേദമന്യേ ഈ ഹാളിൽ സംഗമിച്ചിരിക്കുകയായിരുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ മാസ് ഷാർജയാണ് ഇത് സംഘടിപ്പിച്ചത്. ഇപ്പോൾ മാസിൻ്റെ ഭാരവാഹി നമ്മോടൊപ്പം ചേരുകയാണ്, ബിനു കോറം. എത്രമാത്രം വികാരഭരിതമായിരുന്നു ആളുകളുടെ പ്രതികരണം? ഇവിടെ പല പാർട്ടികളിൽ നിന്നുള്ളവർ, പല മേഖലയിൽ നിന്നുള്ളവർ ഇവിടെ സംസാരിച്ചു. എന്താണ് പിന്നു പറയുന്നത്? എല്ലാവർക്കും, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികൾക്ക് വേണ്ടി ഒരു ക്ഷേമ പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് സഖാവ് VS അച്യുതാനന്ദനാണ്. അതുപോലെ തന്നെ മലയാളം മിഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളതും സഖാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് പ്രവാസ മേഖലക്കകത്ത് ഇന്ന് ഈ ജോലി തിരക്കുകൾക്കിടയിലും എല്ലാ സംഘടനാ പ്രതിനിധികളും ഒക്കെ വന്ന് വളരെ വൈകാരികമായാണ് സഖാവ് VS അച്യുതാനന്ദൻ്റെ ഈ വേർപാടിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. കണ്ണേ കരളെ VS എന്ന് പ്രവാസ ലോകത്തിരുന്നു കൊണ്ട് വിളിക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖമാണെങ്കിലും അവരുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളുകളിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന AKGയെ, EMSനെയും കൃഷ്ണപിള്ളയെയും പോലെ ഇനി VS ഇന്ന് അസ്തമിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഒരുപാട് പുതിയ തലമുറയിൽ VSമാരായി ഒരുപാട് ആളുകൾ ഉയർന്നു വരുമെന്നുള്ള രീതിയിലാണ് കൊച്ചു കുട്ടികളടക്കമുള്ളവരുടെ പ്രതികരണങ്ങൾ. ഇന്ന് തോരാത്ത മഴയിലും അവിടെ ഉണ്ടായതുപോലെ തന്നെ ആയിരക്കണക്കായിട്ടുള്ള ആളുകളാണ് ഇവിടെയും അണിചേർന്നിട്ടുള്ളത്. VSൻ്റെ ഓർമ്മകളിൽ, ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇടത് അനുഭാവികൾ മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ OICCയുടെ നേതാവ് പുന്നക്കൻ മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? തീർച്ചയായും പ്രവാസികൾ ഉള്ള കാലത്തോളം, കാരണം 60 വയസ്സ് കഴിഞ്ഞ റിട്ടയർമെൻ്റായി നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ട VS ആണ്. കാരണം ഈ പെൻഷൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടല്ല. കാരണം 60 കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം 3500 രൂപയാണ് ഇപ്പോൾ പെൻഷൻ തുക കിട്ടുന്നത്. ആ തുക കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രവാസിയുടെ, സാധാരണക്കാരനായ പ്രവാസിയുടെ പ്രശ്നം എന്താണെന്ന് കൃത്യമായി മനസ്സിലാവുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായും അന്ന് അച്യുതാനന്ദൻ നടത്തിയ ഈ ധീരമായ, പ്രവാസികളെ കൊണ്ട് നടത്തിയ ഈ നിയമം ഒരിക്കലും പ്രവാസികൾ മറക്കില്ല. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ, മാസിൻ്റെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, മലയാള മിഷൻ നമ്മൾ ഏറ്റവും നമ്മളെ മലയാളത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ ഇവിടെ പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഇന്ന് ഏറ്റവും മറ്റ് ഭാഷകളേക്കാൾ നന്നായി നമ്മുടെ മക്കൾ മലയാള ഭാഷയെ സ്നേഹിക്കുന്നു. മലയാള ഭാഷ നാട്ടിലെ പോലെ തന്നെ ഇവിടെ നമുക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. അതിനൊക്കെ അവസരമുണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് ശ്രീ അച്യുതാനന്ദൻ. തീർച്ചയായും പ്രവാസ ലോകം നിലനിൽക്കുന്ന കാലത്തോളം അച്യുതാനന്ദനെ ഓർക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്കൊപ്പം പോലെ തന്നെ പ്രവാസികളെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് തെളിയിക്കുന്ന ഒരു അനുസ്മരണ യോഗമാണ് ഇവിടെ നടന്നത്. ധന്യ. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം സ്വദേശി വിഭജികയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. നാട്ടിലെത്തിച്ച മൃതദേഹം കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് റീപോസ്റ്റ്മോർട്ടം ചെയ്തത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് വിഭജികയുടെ ഭർത്താവിനെ നാട്ടിലെത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ വിഭജികയുടെ മൃതദേഹവുമായി ആംബുലൻസ് കൊല്ലത്തേക്ക് തിരിച്ചു. ശേഷം വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു. ഇൻക്വസ്റ്റിൽ വിഭജികയുടെ ശരീരത്തിൽ ചില ചതവുകൾ കാണുന്നുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ വ്യക്തത വരുമെന്നും ശാസ്താംകോട്ട ഡിവൈഎസ്പി വ്യക്തമാക്കി. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല. അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകുന്നു. പ്രതിയെ നാട്ടിലെത്തിക്കുന്നതിൽ സർക്കാരും കോൺസുലേറ്റും ഇടപെടണമെന്ന് വിഭജികയുടെ സഹോദരനും പ്രതികരിച്ചു. എൻ്റെ പെങ്ങൾക്ക് നേരിട്ടത് വളരെ മാരകമായിട്ടുള്ള മാനസിക പീഡനമാണ്. നിയമത്തിൻ്റെ വഴി ഞങ്ങൾ തേടുന്നുണ്ട്, പിന്നെ ദൈവത്തോടും പ്രാർത്ഥിക്കുന്നുണ്ട് തക്കതായ ശിക്ഷയായിട്ട്. കൊലപാതകമെന്ന സംശയം കുടുംബം ആരോപിക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് നടപടി കടുപ്പിക്കണമെന്നും സർക്കാർ കാര്യക്ഷമമായി ഇടപെടണമെന്നും വി മുരളീധരൻ പറഞ്ഞു. ഈ പീഡനത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട കുട്ടിയുടെ കുടുംബത്തോടൊപ്പം സർക്കാർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ട് സർക്കാർ നിൽക്കണം. തുടർന്ന് നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ ആ കാര്യത്തിൽ സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഈ മാസം 8-നാണ് വിഭജികയെയും 1.5 വയസ്സുകാരിയായ മകളെയും ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഭജികയുടെ കുഞ്ഞിന്റെ മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപ് ദുബായിൽ സംസ്കരിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം. ദുബൈയിൽ താമസ വിസ നടപടികളെ ട്രാഫിക് പിഴകളുമായി ബന്ധിപ്പിക്കുന്നു. ഇനി മുതൽ വിസ പുതുക്കുന്ന നടപടി പൂർത്തിയാക്കാൻ ഗതാഗത പിഴകൾ അടച്ചു തീർക്കാൻ ആവശ്യപ്പെടും. എന്നാൽ ട്രാഫിക് പിഴ മൂലം വിസ നടപടികൾ തടസ്സപ്പെടില്ലെന്നും അധികൃതർ അറിയിച്ചു. ദുബായ് GDRF മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമരിയാണ് ഇക്കാര്യം അറിയിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ട്രാഫിക് പിഴകളെയും വിസ നടപടികളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. വിസ പുതുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ട്രാഫിക് പിഴകൾ പൂർണ്ണമായോ ഭാഗികമായോ അടച്ചു തീർക്കാൻ ആവശ്യപ്പെടും. ഇക്കാര്യം ആവശ്യപ്പെടുന്ന സന്ദേശം വിസ അപേക്ഷകർക്ക് ലഭിക്കും. എന്നാൽ തൽക്കാലം ട്രാഫിക് പിഴകൾ അടക്കാത്തതിന്റെ പേരിൽ വിസ പുതുക്കുന്ന നടപടികൾ തടസ്സപ്പെടില്ലെന്ന് അധികൃതർ അറിയിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിലായതിനാൽ GDRFയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ട്രാഫിക് പിഴ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നും അധികൃതർ അറിയിച്ചു. 2014 ഇത്തരത്തിൽ വിസ നടപടികളെ ട്രാഫിക് പിഴകളുമായി ബന്ധിപ്പിക്കുന്ന നടപടി പ്രഖ്യാപിച്ചിരുന്നു. മീഡിയ 1 ദുബായ്. പൊതുമാപ്പിന് ശേഷം UAEയിൽ 32,000 പ്രവാസികൾ വിസ നിയമലംഘനത്തിന് പിടിയിലായിട്ടുണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ 6 മാസത്തെ കണക്കാണിത്. വിസ നിയമം ലംഘിച്ചു കഴിയുന്നവർക്ക് പിഴയില്ലാതെ മടങ്ങാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ 31 വരെയാണ് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. പിടിയിലായവരെ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിൽ കളിക്കാൻ മന്ത്രിതലത്തിൽ ചർച്ച തുടരുകയാണെന്ന് അർജന്റീന. ലോകകപ്പിന് മുൻപ് ടീം ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അർജന്റീന ടീമിന്റെ മാർക്കറ്റിംഗ് ഡയറക്ടർ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് അർജന്റീന ടീമുമായി ധാരണാപത്രം ഒപ്പിടുന്ന ചടങ്ങിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കേരളത്തിൽ കളിക്കുന്ന കാര്യത്തിൽ ടീം പ്രതികരിച്ചത്. അർജന്റീനയ്ക്ക് അകലെയുള്ള ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് എന്നത് അഭിമാനമാണ്. അവർക്ക് മുന്നിൽ കളിക്കാൻ കഴിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അടുത്ത ലോകകപ്പ് കളിക്കാൻ മെസ്സി ശാരീരികമായി ഫിറ്റാണെന്നും ലിയാൻഡ്രോ പീറ്റേഴ്സൺ പറഞ്ഞു. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, ഫിലിപ്പൈൻസ്, മലേഷ്യ തുടങ്ങി 10 രാജ്യങ്ങളിൽ അർജന്റീന ടീമിന്റെ ഫിൻടെക് പാർട്ണറായാണ് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് കരാർ ഒപ്പിട്ടത്. കേരളത്തിലടക്കം അർജന്റീന ടീമിന്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തു വരികയാണെന്ന് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ് സ്ഥാപകനും MD-യുമായ അദീബ് അഹമ്മദ് പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്റ്റേറ്റ് ഉള്ളൂ ഒരു ഫുട്ബോളിംഗ് നേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. കൊൽക്കത്ത, ഗോവ, കേരളയിൽ തന്നെ ഒരു ലാർജ് ഫാൻ ബേസ് ആണ്. ഇപ്പോൾ ഒരു ഫിഫ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ആകെ 2 ഫ്ലാഗേ കാണുള്ളൂ. മലപ്പുറം ഇന്ത്യയുടെ ഫ്ലാഗ് പോലും കാണാറില്ല. ഒന്നില്ലെങ്കിൽ ബ്രസീലിൻ്റെ ഫ്ലാഗ്, അല്ലെങ്കിൽ അർജന്റീനയുടെ ഫ്ലാഗ്. സോ ഇറ്റ്സ് എ വെരി സ്ട്രോങ് ഫാൻ ബേസ് ആൻഡ് ഐ തിങ്ക് സോ with 32 million people in Kerala, it's a very important aspect for Argentina also to create more fan base in India. 10 രാജ്യങ്ങളിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിക്കുന്നതിനാണ് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സുമായി കരാർ. ഫിഫ മത്സരങ്ങളുടെ ഇടപാടുകളിലേക്കും ഈ സഹകരണം വ്യാപിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ലുലു എക്സ്ചേഞ്ച് അധികൃതർ പറഞ്ഞു.
അർജന്റീന പരിശീലകൻ ലയണൽ സ്കലോണിയും ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്. 2036 ഒളിമ്പിക്സിന്റെ ആതിഥേയത്വം വഹിക്കാൻ ഖത്തർ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിക്ക് ബിഡ് സമർപ്പിച്ചു. ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും നടത്താൻ താൽപര്യം അറിയിച്ച് ഔദ്യോഗികമായ അപേക്ഷ നൽകിയതായി ഖത്തർ ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചു. 2022 ലോകകപ്പ് ഫുട്ബോളും 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോളും വിജയകരമായി നടത്തിയതിന്റെ ട്രാക്ക് റെക്കോർഡുമായാണ് ഖത്തർ ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ശ്രമം നടത്തുന്നത്. ആഗോള കായിക രംഗത്ത് മുൻനിരയിൽ ഖത്തറിനുള്ള സ്ഥാനമാണ് ഒളിമ്പിക്സ് ബിഡിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി വ്യക്തമാക്കി. ഒളിമ്പിക്സിന് ആതിഥേയരാകുന്ന ആദ്യ പശ്ചിമേഷ്യൻ രാജ്യമാവുകയാണ് ഖത്തറിന്റെ ലക്ഷ്യം. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കായിക പ്രേമികൾക്ക് സുരക്ഷിതമായ കായികാനുഭവം പകരാൻ ഖത്തറിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒളിമ്പിക്സിലെ 95% മത്സര ഇനങ്ങളും നടത്താൻ ഖത്തറിൽ സൗകര്യങ്ങളുണ്ടെന്നും അത് 100%-ത്തിലെത്തിക്കാൻ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയതായും QRC പ്രസിഡന്റ് ഷെയ്ഖ് ജോൻ ബിൻ ഹമദ് അൽ താനി വ്യക്തമാക്കി. ഇന്ത്യ, ഇന്തോനേഷ്യ, തുർക്കി, ചിലി രാജ്യങ്ങളും 2036 ഒളിമ്പിക്സിന് ആതിഥേയരാകാൻ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, ദക്ഷിണ കൊറിയ, ഈജിപ്ത്, ഹംഗറി, ഇറ്റലി, ജർമ്മനി, ഡെൻമാർക്ക്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2030 ഏഷ്യൻ ഗെയിംസിന് ഖത്തർ തലസ്ഥാനമായ ദോഹയാണ് വേദി. ഏഷ്യൻ ഗെയിംസിനുള്ള സൗകര്യങ്ങൾ ഒളിമ്പിക്സിലേക്കുള്ള തയ്യാറെടുപ്പാക്കി മാറ്റുകയാണ് ഖത്തറിന്റെ ലക്ഷ്യം. മീഡിയ 1 ദോഹ. ലോകത്തെ ഒന്നാമത്തെ സുരക്ഷിത രാജ്യമായി UAE. നംബ്യോ സേഫ്റ്റി ഇൻഡെക്സിൽ യൂറോപ്യൻ രാജ്യമായ മൻഡോരയെ മറികടന്നാണ് നേട്ടം. 85.2 പോയിന്റാണ് UAEക്ക്. ഗൾഫ് രാജ്യങ്ങളായ ഖത്തറും ഒമാനും അമേരിക്കയും ബ്രിട്ടനെയും മറികടന്ന് മുന്നിലെത്തി. ഖത്തർ 3-ാം സ്ഥാനവും ഒമാൻ 6-ാം സ്ഥാനവും നേടി. റാങ്കിങ്ങിൽ 55.8 പോയിന്റുകളുമായി ഇന്ത്യ 67-ാം സ്ഥാനത്താണ്. ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാനാകുന്ന രാജ്യങ്ങളിൽ ഒമാൻ മുന്നിൽ. ഒമാനിലെ 90% ആളുകളും രാത്രിയിൽ അവരുടെ പ്രദേശത്ത് ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണെന്ന് പറയുന്നു. NCSA പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന ലക്ഷ്യ സ്ഥിതിവിവര കണക്കിലാണ് സുൽത്താനേറ്റിന്റെ മുന്നേറ്റം. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ സുസ്ഥിര വികസന ലക്ഷ്യ സ്ഥിതിവിവര കണക്ക് റിപ്പോർട്ട് അനുസരിച്ചാണ് രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിൽ ഒമാൻ സുരക്ഷിതമാണെന്ന് പറയുന്നത്. രാജ്യത്തുടനീളമുള്ള പൊതുസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിലും അക്രമം കുറക്കുന്നതിലും ഒമാൻ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി 2023 കണക്കനുസരിച്ച് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. സർവേയിലെ 90% ആളുകളും രാത്രിയിൽ അവരുടെ പ്രദേശത്ത് ഒറ്റയ്ക്ക് നടക്കുന്നത് സുരക്ഷിതമാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2023 കൊലപാതക നിരക്കിൽ ഗണ്യമായ കുറവുണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 100,000 പേരിൽ 0.14 മരണമായാണ് കുറഞ്ഞത്. 2015 അപേക്ഷിച്ച് 46% കുറവാണ് രേഖപ്പെടുത്തുന്നത്. എല്ലാതരം അക്രമങ്ങൾ കുറക്കുന്നതിലും പൗരന്മാരുടെയും താമസക്കാരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിലും ഒമാന്റെ നിയമങ്ങളും സാമൂഹിക പരിപാടികളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ശാരീരിക അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നവർ 0.6% കുറഞ്ഞപ്പോൾ ലൈംഗിക അതിക്രമ കേസുകൾ 2.3% കുറഞ്ഞിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. സൗദിയിൽ ആദ്യമായി സെൽഫ് ഡ്രൈവിംഗ് ടാക്സി സേവനം ആരംഭിച്ചു. തലസ്ഥാനമായ റിയാദിലാണ് ആദ്യഘട്ട പരീക്ഷണം. ഗതാഗത മന്ത്രി സാലിഹ് അൽ ജാസർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സൗദിയിൽ ആദ്യമായാണ് സെൽഫ് ഡ്രൈവിംഗ് ടാക്സി പദ്ധതി നടപ്പാക്കുന്നത്. ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സ്വാലിഹ് ബിൻ നാസർ അൽ ജാസർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. റിയാദിലായിരിക്കും 1-ാം ഘട്ട പരീക്ഷണം. ഇതിനായി 13 പിക്കപ്പ് ഡ്രോപ്പ് ഓഫ് ബൂത്തുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയം, SDAIA, സർവേ, ഭൂപട അതോറിറ്റി, ഗുണനിലവാര അളവ് വകുപ്പ്, വിവിധ സ്വകാര്യ കമ്പനികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, റോഷൻ ബിസിനസ് പാർക്ക്, പ്രിൻസസ് നൂറ യൂണിവേഴ്സിറ്റി, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, ഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം, റോഷൻ വാട്ടർ ഫ്രണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലായിരിക്കും സേവനം. പരീക്ഷണഘട്ടം വിജയകരമായി പൂർത്തിയാകുന്നതോടെ പദ്ധതി രാജ്യത്താകെ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. 1 വർഷം നീണ്ടു നിൽക്കുന്നതായിരിക്കും ആദ്യഘട്ട പരീക്ഷണം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1 റിയാദ്. ലഹരിക്കടത്ത് 5 വിദേശികളുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദി അറേബ്യ. മക്ക, നജ്റാൻ ഗവർണറേറ്റുകളിലാണ് ശിക്ഷ നടപ്പിലാക്കിയത്. ഹെറോയിൻ, മെത്താഫിറ്റാമിൻ ലഹരി വസ്തുക്കൾ കടത്തുന്നവർ ആണ് പിടിയിലായിരിക്കുന്നത്. മയക്കുമരുന്ന് കടത്ത് കേസിൽ 1 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായി 15-ലധികം ആളുകളാണ് സൗദിയിൽ വധശിക്ഷ ഏറ്റുവാങ്ങിയത്. വ്യത്യസ്ത കേസുകളിലായാണ് 5 പേരുടെ വധശിക്ഷ നടപ്പിലാക്കിയത്. മക്കയിൽ 4 പേരുടെയും നജ്റാനിൽ ഒരാളുടെയും വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി.
ഹെറോയിൻ കടത്തിയ കേസിൽ അഫ്ഗാൻ സ്വദേശികളായ അബ്ദുസലാം സബ്സവാരി, സയ്യിദ് അഹമ്മദ് അലഫ് എന്നിവർക്ക് മക്കയിലും, സമാനമായ കേസിൽ രാജ്യത്തേക്ക് ഹാഷിഷ് കടത്തിയ കേസിൽ സൊമാലി പൗരനായ അബ്ദുള്ള അഹമ്മദ് അബ്ദോ അലിയെ നജ്റാനിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കി. മറ്റൊരു കേസിൽ മെത്തഫിറ്റാമിൻ ഗുളികകൾ കടത്തിയ അഫ്ഗാൻ പൗരനായ മുഹമ്മദ് നബി ഖാൻ ബാബക്കർ കേലുവിനെയും മയക്കുമരുന്ന് കടത്ത് സ്വീകരിച്ച പാകിസ്ഥാൻ സ്വദേശി മുഹമ്മദ് ഹസൻ ഗുൽജി ഖാനെയും മക്കയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ പ്രതികൾക്ക് കീഴ്ക്കോടതി വധശിക്ഷ വിധിക്കുകയായിരുന്നു. ഇത് പിന്നീട് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. സമാനമായ കേസിൽ 1 മാസത്തിനിടെ 15-ലേറെ സ്വദേശികളും വിദേശികളുമായ പ്രതികൾക്കാണ് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ശിക്ഷ രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള കടുത്ത മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് റിക്കോർ, മീഡിയ 1, ദമാം. സൗദിയിൽ ആദ്യമായി ആർട്സ് ആൻഡ് കൾച്ചർ അക്കാദമിക്ക് തുടക്കമായി. സാംസ്കാരിക മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ സ്വദേശികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. കല, സാംസ്കാരിക മേഖലയിൽ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. സാംസ്കാരിക മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി പ്രവർത്തനങ്ങൾ. പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിലായിരിക്കും വിദ്യാലയങ്ങൾ. സെപ്റ്റംബർ മുതലായിരിക്കും ഔദ്യോഗികമായി ക്ലാസുകൾ ആരംഭിക്കുക. ചിത്രരചന, നാടകകല, സംഗീതം തുടങ്ങിയ മേഖലകളിലായിരിക്കും ആദ്യഘട്ടത്തിലെ സിലബസ്. വരും വർഷങ്ങളിൽ പഠന വിഷയങ്ങൾ വികസിപ്പിക്കും. വൈകുന്നേരമായിരിക്കും സാംസ്കാരിക പരിശീലനങ്ങൾ. ആദ്യഘട്ടമെന്ന നിലയിൽ സൗദികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. OICC ദമാം റീജിയണൽ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. ജനഹൃദയങ്ങളിൽ ഒരിക്കലും കെടാത്ത ഓർമ്മയാണ് ഉമ്മൻചാണ്ടിയെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. പ്രവർത്തകരും നാഷണൽ കമ്മിറ്റി, വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം OICC സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റേൺ പ്രൊവിൻസ് പ്രസിഡന്റ് EK സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ജനകീയനാകാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടിയുടെ ജീവിതം. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെപ്പോലും അവധാനതയോടെ മറികടക്കാൻ ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന പാടവം കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തെ പ്രബലനാക്കിയെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. ആലിക്കുട്ടി ഒളവട്ടൂർ, റൌഫ് ചാവക്കാട്, OICC ഗ്ലോബൽ പ്രതിനിധികളായ ഹനീഫ് റാവുത്തർ, ജോൺ കോശി, നസീർ തുണ്ടിൽ, ഷിജില ഹമീദ്, ഷംസ് കൊല്ലം, ഡോക്ടർ സിന്ധു ബിനു, സുരേഷ് റാവുത്തർ തുടങ്ങിയവർ സംസാരിച്ചു. സക്കീർ പറമ്പിൽ, പ്രമോദ് പൂപ്പാല എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. ഇൻകാസ് ഖത്തറിന്റെ പ്രഥമ ഉമ്മൻചാണ്ടി ജനസേവാ പുരസ്കാരം മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി ഏറ്റുവാങ്ങി. പ്രളയകാലത്തും ഉരുൾപൊട്ടൽ സമയത്തും നടത്തിയ ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ ICC അശോക ഹാളിൽ നടന്ന ചടങ്ങിലാണ് VS ജോയി ഉമ്മൻചാണ്ടി ജനസേവാ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. നോർക്ക റോഡ്സ് ഡയറക്ടർ JK മേനോൻ പുരസ്കാരം സമ്മാനിച്ചു. ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന ശൈലി എക്കാലത്തും പൊതുപ്രവർത്തകർക്ക് മാതൃകയാണെന്ന് VS ജോയി പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പേരല്ല, നമ്മളെയൊക്കെ സംബന്ധിച്ചൊരു വികാരമാണ്. ഇത്രയേറെ ആളുകളെ ആകർഷിച്ച ഒരു മനുഷ്യൻ, ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിച്ച ഒരു മനുഷ്യൻ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയിട്ടുള്ള നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, IPPC പ്രസിഡന്റ് ത്വാഹ മുഹമ്മദ്, മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദീൻ, പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ചന്ദ്രമോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻകാസ് ഉപദേശക സമിതി ചെയർമാൻ ജോപ്പച്ചൻ തെക്കേക്കുറ്റ് VS ജോയിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇൻകാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷനായിരുന്നു. KV ബോബൻ സ്വാഗതം പറഞ്ഞു. മീഡിയ 1, ദോഹ. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ CCTV കവറേജ് വർദ്ധിപ്പിക്കുന്നു. നിലവിൽ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും CCTV സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ക്യാമ്പസിലുടനീളം സമഗ്ര നിരീക്ഷണം ഉറപ്പാക്കുന്നതിനായാണ് ക്യാമറകൾ വർദ്ധിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നിലവിൽ ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും CCTV സംവിധാനങ്ങളുണ്ട്. എന്നാൽ ക്യാമ്പസിലുടനീളം സമഗ്ര നിരീക്ഷണം ഉറപ്പാക്കുന്നതിനായാണ് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളുടെ സുരക്ഷ നിരീക്ഷിക്കുന്നതിന് CCTV കവറേജ് നിർബന്ധമാക്കുന്ന ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അതാത് സ്കൂളുകൾ ആരംഭിച്ചതു മുതൽ തങ്ങളുടെ എല്ലാ സ്കൂളുകളിലും CCTV നെറ്റ്വർക്കുകൾ പ്രവർത്തനക്ഷമമാണെന്ന്
ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാൻ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ക്യാമറകൾ സ്ഥാപിച്ച് കവറേജ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രക്രിയയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നവീകരണങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ബജറ്റും വകയിരുത്തിയിട്ടുണ്ട്. ക്ലാസ് മുറികൾ, ഇടനാഴികൾ, പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ, മറ്റ് സെൻസിറ്റീവ് മേഖലകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് CBSE അധികൃതരുടെ നിർദ്ദേശം. ദൃശ്യങ്ങൾ കുറഞ്ഞത് 30 ദിവസത്തേക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ടാകണം, പ്രത്യേകിച്ച് സ്കൂൾ സമയങ്ങളിലും പരീക്ഷാ സമയങ്ങളിലും. സുൽത്താനിലെ 22 ഇന്ത്യൻ സ്കൂളുകളിലായി 45,000-ലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മീഡിയ 1 മസ്കത്ത്. ഒമാനിൽ ലോജിസ്റ്റിക്സ് മേഖലയിലെ തൊഴിലാളികൾക്ക് പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധം. സെപ്റ്റംബർ 1 മുതൽ സുൽത്താനേറ്റിൽ ജോലി ചെയ്യുന്നത് തുടരണമെങ്കിൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നേടണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ലോജിസ്റ്റിക്സ് മേഖലയിലെ നിയുക്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും പ്രൊഫഷണൽ പ്രാക്ടീസ് ലൈസൻസ് നിർബന്ധമാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം. പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഇത് ബാധകമാണ്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും എല്ലാ മേഖലകളിലും പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. വർക്ക് പെർമിറ്റുകൾ പുതുക്കുന്നതിന് ലൈസൻസ് നിർബന്ധമാണ്. ലോജിസ്റ്റിക്സ് മേഖലയ്ക്കായി സെക്ടറൽ സ്കിൽസ് യൂണിറ്റ് നൽകുന്ന അംഗീകൃത ലൈസൻസ് സമർപ്പിക്കാതെ സമയപരിധിക്ക് ശേഷം ഒരു വർക്ക് പെർമിറ്റും നൽകുകയോ പുതുക്കുകയോ ചെയ്യില്ല. റെഫ്രിജറേറ്റഡ് ട്രക്ക് ഡ്രൈവർമാർ, വാട്ടർ ടാങ്കർ ഡ്രൈവർമാർ, മാലിന്യ ഗതാഗത ട്രക്ക് ഡ്രൈവർമാർ, ഭക്ഷ്യവിതരണ പ്രതിനിധികൾ, ഭക്ഷ്യവിതരണ സൂപ്പർവൈസർ എന്നിവർ ഈ നിർദ്ദേശത്തിന്റെ പരിധിയിൽ വരും. ലൈസൻസിനുള്ള അപേക്ഷകൾ സെക്ടറൽ സ്കിൽസ് യൂണിറ്റിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി സമർപ്പിക്കണം. സുൽത്താനേറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ലിസ്റ്റ് ചെയ്ത തൊഴിലുകളിൽ നിലവിൽ ഏർപ്പെട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നതോ ആയ വ്യക്തികൾക്കും ഇത് ബാധകമാണെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മീഡിയ 1 മസ്കത്ത്. പ്രിയ സഖാവ് VS അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഒമാനിലെ മലയാളി പ്രവാസികളും. ആദ്യമായും അവസാനമായും 2000-ലാണ് VS മസ്കറ്റിലെത്തുന്നത്. 5 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ നിരവധി പരിപാടികളിലായി അദ്ദേഹം പ്രവാസികളുമായി അടുത്തിടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയുമാണ് മടങ്ങിയത്. 25 വർഷം മുമ്പാണ് VS ഒമാനിലെത്തുന്നത്. 5 ദിവസം നീണ്ടുന്ന ഒമാൻ സന്ദർശനത്തിൽ നിരവധി പരിപാടികളിൽ VS സംബന്ധിച്ചു. റൂബി CBDയിലുള്ള ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിന് പൗരസ്വീകരണം ഒരുക്കിയിരുന്നു. ഈ പരിപാടിയിൽ സുബ്രഹ്മണ്യപ്പറ്റിയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ മനസ്സിലുണ്ടെന്ന് അന്നത്തെ കൈരളി ഒമാൻ ഭാരവാഹിയായിരുന്ന PM ജാബിർ പറയുന്നു. സുഹാർ സീബ് ഉൾപ്പെടെ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് VSന് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിരുന്നു. നിസ്വയിൽ നിന്ന് മുദബിയിലേക്കുള്ള വഴിയിലുള്ള അയൽക്കല എന്ന പ്രദേശത്തൊരുക്കിയ സ്വീകരണത്തിൽ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടതെന്നും ജാബിർ ഓർമ്മിക്കുന്നു. അൽക്കല എന്ന പ്രദേശത്ത് ഒരു തൊഴിലാളി ക്യാമ്പിൽ നൽകിയ സ്വീകരണത്തിൽ 100 കണക്കിന് തൊഴിലാളികളാണ് അദ്ദേഹത്തെ കേൾക്കാനായി വളരെ വൈകിട്ട് പോലും എത്തിയിട്ടുള്ളത്. വളരെ അദ്ദേഹത്തിന്റെ അടുത്തറിയാനും അദ്ദേഹത്തിന്റെ നർമ്മബോധം, പലർക്കും അറിയാത്ത നർമ്മബോധം പോലും മനസ്സിലാക്കാൻ ആ സമയത്ത് സാധിച്ചിട്ടുണ്ടായി. സ്വീകരണ പരിപാടികളിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കാനും VS ശ്രമിച്ചിരുന്നു. മടങ്ങിയതിനു ശേഷം പ്രവാസികളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയാൻ നിരന്തരം ബന്ധപ്പെടുമായിരുന്നെന്നും പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കിയപ്പോൾ അതിലേക്ക് ആളച്ചെറുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നുവെന്നും മസ്കത്തിലെ പ്രവാസി മലയാളികൾ പറയുന്നു. മീഡിയ 1 മസ്കത്ത്. ദുബൈയിലെ മുഴുവൻ ഇന്റർസിറ്റി ബസ്സുകളിലും വൈഫൈ സൗകര്യം ഏർപ്പെടുത്തി. ദുബൈയിൽ നിന്ന് ഷാർജ, അബുദാബി, അജ്മാൻ, ഫുജൈറ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന 259 ബസ്സുകളിലാണ് വൈഫൈ ലഭിക്കുക. മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് എന്നിവയിൽ വൈഫൈ മുഖേന യാത്രക്കാർക്ക് ഇന്റർനെറ്റ് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ടെലികോം സ്ഥാപനമായ ഇത്തിസലാത്തുമായി ചേർന്നാണ് ദുബൈ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ബസ്സുകളിൽ ഈ സൗകര്യം ഏർപ്പെടുത്തിയത്. ലോക ചെസ് ദിനം ഒമാനിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മസ്കറ്റിലെ സീബിലുള്ള അൽ അറൈമി ബൊളിവാർഡിൽ നടന്ന പരിപാടിയിൽ നിരവധി ചെസ് പ്രേമികൾ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഇന്റർനാഷണൽ ഫിഡെ ക്ലാസിക് ടൂർണമെന്റ് പ്രധാന ആകർഷണമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഗത്ഭരായ കളിക്കാർ പങ്കെടുത്ത ടൂർണമെന്റ് ആവേശകരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ചെസ് മത്സരങ്ങൾ, ചെസ് ക്വിസ് എന്നിവയും നടന്നു. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ കുവൈറ്റ് പാസ്പോർട്ടിന് 50-ാം സ്ഥാനം. 100 രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ കുവൈറ്റ് പൗരന്മാർക്ക് യാത്ര ചെയ്യാം. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള 2025-ന്റെ ആദ്യ പകുതിയിലുള്ള റാങ്കിങ്ങിലാണ് കുവൈറ്റ് നേട്ടം കൈവരിച്ചത്. കുവൈത്തിലെ ഹവല്ലിയിൽ പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിങ്കളാഴ്ച രാവിലെ ഹവല്ലി പ്രദേശത്തെ റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസും അടിയന്തര മെഡിക്കൽ സംഘങ്ങളും ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോൾ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അധികൃതർ അന്വേഷണം ആരംഭിച്ചു.
ബംഗ്ലാദേശിൽ സൈനിക വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റ്. അപകടത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ 31 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് കുവൈറ്റ് ആശംസിച്ചു. കുവൈത്തിൽ പ്രവാസികൾക്ക് ഇലക്ട്രോണിക് എക്സിറ്റ് പെർമിറ്റ് നിയമം നടപ്പിലാക്കിയതിനു ശേഷം 1 ലക്ഷത്തിലധികം പെർമിറ്റുകൾ നൽകിയതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ. ഒരു ദുരുപയോഗ കേസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും PR വിഭാഗം ഡയറക്ടർ മുഹമ്മദ് അൽ മുസൈനി പറഞ്ഞു. തൊഴിലാളികളോ തൊഴിലുടമകളോ പരാതികൾ സ്വീകരിച്ച് ഉടനടി പരിഹരിക്കുന്നുണ്ടെന്നും അൽ മുസൈനി അറിയിച്ചു. സ്ഥാപകനും സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന വിനോദ് ഭാസ്കറിന്റെ വേർപാടിൽ ബ്ലഡ് ഡോണേഴ്സ് കേരള കുവൈറ്റ് ചാപ്റ്റർ അനുശോചന യോഗം ചേർന്നു. നിമീഷ് കാവാലം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അനില, റഫീഖ് ബാബു, മാർട്ടിൻ എന്നിവർ സംസാരിച്ചു. വിനോദ് ഭാസ്കറിന്റെ ഓർമ്മയിൽ കൂടുതൽ രക്തദാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് BDK കുവൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു. പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ സേവന വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ അദാൻ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് റഫീഖ് ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഷംസീർ അധ്യക്ഷത വഹിച്ചു. രക്തദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം ഷൌക്കത്ത് വളാഞ്ചേരി നിർവഹിച്ചു. ബ്ലഡ് ബാങ്ക് പ്രതിനിധി ഡോക്ടർ അഹമ്മദ് അനിയൻ കുഞ്ഞ്, പാപ്പച്ചൻ, രാജേഷ് മാത്യു എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നെത്തിയ 78 പേർ ക്യാമ്പിൽ രക്തദാനം ചെയ്തു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അസബാഖിനെ സന്ദർശിച്ചു. ബയാൻ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസ അംബാസിഡർ പ്രധാനമന്ത്രിക്ക് കൈമാറി. ഇന്ത്യ കുവൈത്ത് തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ നൽകിയ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദിവാനി ആക്ടിംഗ് മേധാവി ഷെയ്ഖ് ഖാലിദ് അൽ സബാഖും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ തൊഴിലാളികൾക്കായി വേനൽക്കാല ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൊഴിൽ മന്ത്രാലയം, ഇന്ത്യൻ ക്ലബ്ബ് എന്നിവയുമായി സഹകരിച്ച് നടന്ന പരിപാടിയിൽ വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള 425-ലധികം തൊഴിലാളികൾ പങ്കെടുത്തു. തൊഴിൽ മന്ത്രാലയം, ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഉദ്യോഗസ്ഥർ പങ്കെടുത്ത പരിപാടിയിൽ ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, അഡ്വൈസർ ഡോക്ടർ ബാബു രാമചന്ദ്രൻ എന്നിവർ പരിശീലന സെഷനുകൾ നയിച്ചു. ഒമാനിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി നിയുക്തരായ GV ശ്രീനിവാസ് 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ സലാലയിലെത്തും. ദോഫാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11-ന് ദോഫാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കും. മറ്റന്നാൾ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി മീറ്റിൽ പ്രവാസികളുമായി സംവദിക്കും. ബഹ്റൈൻ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട. ആന്റി നാർക്കോട്ടിക് വിഭാഗവും ചേർന്നാണ് ഏഷ്യക്കാരായ പ്രതികളിൽ നിന്ന് രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 67,000 ദിനാറിലധികം വില വരുന്ന മയക്കുമരുന്ന് കസ്റ്റംസ് പിടികൂടിയത്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ട്ലൈൻ നമ്പറായ 996 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന CV പത്മരാജന്റെ അനുശോചന യോഗം ബഹ്റൈനിൽ നടന്നു. സൗമ്യതയുടെ പ്രതീകമായ നേതാവായിരുന്നു പത്മരാജനെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. അഡ്വക്കേറ്റ് ഷാജി സാമുവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കല്ലുംപുറം ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി. മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.